സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് പ്രാവിന് ഫുഡ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടൊക്കെ ചെടികളുണ്ട്. അപ്പൊ നമ്മള് പ്രാവിനൊന്ന് ഫുഡ് എടുക്കാൻ വന്നതാണ്. അപ്പൊ പ്രാവിന് ഫുഡ് കൊടുക്കാൻ വരുമ്പോളേ ഇന്നലെ ആടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രണ്ടാളെ എവിടേക്കോ പോയി. എന്നിട്ട് ആടിനെ കാണാല്ല. പെണ്ണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ പെണ്ണ് അതിനെ നോക്കി പോകുന്നുണ്ട്. പിന്നെ അതിനെ നോക്കി പോയി രാവിലെ പെണ്ണ് ഇവിടെ ഇരിക്കുമ്പോൾ കൂടിനുള്ളിൽ ഇരിക്കുമ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചു. ഫുഡ് എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഫുഡ് തിന്നിട്ട് എവിടേക്കോ പറന്നു പോയി. അപ്പം അതാ ആള് ചത്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. മേലെന്ന് വാർപ്പിന് വെള്ളത്താ പോടും. അവിടെ അതാ നിൽക്കുന്നു നമ്മളെ പ്രാവ്. അല്ലേ സൂം ചെയ്ത് നോക്കി അപ്പം മനസ്സിലാവും. നമ്മളെ വെള്ളപ്രാവ് കാഴ്ച കാണുകയാണ്. ഒരാള് അപ്പുറത്ത് പോയി, ഒരാൾ ഇവിടെ. നമ്മളെ പ്രാവിനെയാണ് ഉറപ്പാണ്. ബാക്കില് വെള്ളം മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാവാണ്. നമ്മള് കളറൊന്നും അടിച്ചിട്ടില്ല, നമ്മള് മൊത്തം വെള്ളയാണ്. ഇവിടെ 3 ദിവസം പ്രാവിനെ കാണാനില്ല. 3 ദിവസം ആ ചെക്കനെ കാണാനില്ല. ഇപ്പൊ വീടിന് വാർപ്പിന് ആ പെണ്ണ് പറഞ്ഞപ്പോ അത്ഭുതമായി. ഞാൻ വീടെടുക്കുന്ന സമയത്ത് നേരെ അങ്ങോട്ട് പറഞ്ഞ ആളങ്ങോട്ട് വന്നു. ഞാനങ്ങോട്ട് ഞെട്ടി. അപ്പൊ എന്റെ ഉമ്മക്കൊക്കെ സന്തോഷമായി. അത് കാണാനില്ലാത്തോണ്ട് ഉമ്മ പറയാണ് അത് കുത്തി ഉണ്ടാവുക, എന്തോ കുത്തി ഉണ്ടാവുക, ചത്തോന്നൊക്കെ എന്റെ ഉമ്മ ഇങ്ങനെ ഞങ്ങളിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു ഇതിന് കൊത്തി കൊന്നുണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചു. അപ്പൊ ഇപ്പോഴാണ് വന്നത്. അതാ നമ്മളെ പ്രാവ് നോക്കിയിരിക്കുന്നുണ്ട്. അത് നമ്മള് വിളിച്ചാലാണ് വരുള്ളൂ. അത് അങ്ങനെ നിക്കണം. ഇപ്പൊ നമ്മള് വിളിച്ചാ അത് ഉമ്മ അല്ല ചെക്കൻ വരൂ. അത് ഉമ്മാന്റെ കച്ചുണ്ടാവും. ഉമ്മ അവിടെ വിളിച്ചാൽ വരും. പിന്നെ ഫുഡിട്ട് ഇങ്ങനെ ആക്കുമ്പോഴും വരും. അത് ഒച്ച ഇല്ലാത്തോണ്ടാണ് അത് അവിടെ ഇങ്ങനെ നിക്കണേ. ബാക്കിയുള്ള മറ്റേ പ്രാവ് നേരെ അവിടേക്ക് പറഞ്ഞു പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് വിശക്കണു പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് വരും. രണ്ടാളും ഇങ്ങനെ ലൈനപ്പായി നിൽക്കണ്ടാവും. പ്രാവിന്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം, വായു. ഇതാണ് പ്രാവിന്റെ കൂട്. കണ്ടില്ലേ, ഇങ്ങനെ അടക്ക തുറക്ക. ഇതിൻ്റെ ഉള്ളിലാണ് അവര് ഇരിക്കാറ്. ഇപ്പൊ ഇരിക്കാറൊന്നുമില്ല. ഒരു ദിവസം ഇതിൽ ഇരുന്നിരുന്നു, ഇപ്പൊ ഇരിക്കാറില്ല. പിന്നെ വേറൊരു കൂടും കൂടി ഉണ്ട്. ഇത് നമ്മള് പ്രാവിനെ ഫസ്റ്റ് വാങ്ങുമ്പോൾ വാങ്ങിയതാണ്. അപ്പൊ ഇനി ഉമ്മ ഉണ്ടാക്കിയ കൂട് കാണിച്ചു തരാം. ഉമ്മ ഉണ്ടാക്കിയ കൂടിൽ മാത്രമേ ഇരിക്കുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, വായോ. അപ്പൊ ഇതാണ് നമ്മള് കൂട്. എനിക്ക് ചാടാനേ പറ്റുള്ളൂ. ഇതിൽ അപ്പിടും, കണ്ടില്ലേ, നപ്പിച്ച് വെച്ചോളൂ നമ്മളെ പ്രാവ്. എന്ത് പറയാനാണ്, പറയണ്ട പറഞ്ഞാൽ. നിങ്ങൾക്ക് കൂട് കാണിച്ചു തന്നിട്ട് കൂടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും. അപ്പൊ ഇനി ഉമ്മ പ്രാവിനെ വിളിക്കാൻ പോകാണ്. പ്രാവിനെ വിളിക്കണം, എന്നിട്ട് തീറ്റ ഒക്കെ കൊടുക്കണം. അപ്പൊ ആ നിൽക്കുന്ന പ്രാവ് നമ്മുടെ പ്രാവ്. അപ്പൊ നമുക്കൊന്ന് വിളിക്കാം. ഒരാള് എത്തിയിട്ട പ്രാവ്. അതാ നമ്മുടെ പ്രാവുണ്ട്. ഒറ്റ ആളും കൂടി ഇനി എത്താളോ. നേലൊക്കെ എന്തൊക്കെയോ പറഞ്ഞുണ്ട്. അത് പ്രാവാണോ? അല്ല, അത് പ്രാവല്ല, അത് ഏതാ ഒരു അമ്പലപ്രാവോ ആണ്. അപ്പൊ നമ്മളെ ഒരു പ്രാവ് ദൂരത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങളില്ലേ എപ്പോഴും പ്രാവിനെ വളർത്തണമെങ്കിൽ നിങ്ങള് കമന്റിലൂടെ പറയാ. ഇവരൊക്കെ തെറ്റിക്കാന്നാവോ. ഒരാൾ അവിടേക്ക്, ഒരാൾ ഇപ്പുറത്തേക്ക്. നിങ്ങൾ തെറ്റിപ്പോയിക്കാന്നാവോ കേട്ടോ. ഒന്നൊരു ഐഡിയ ഇല്ല. സാധാരണ ഒന്നായിട്ട് നിൽക്കണം. ഇപ്പൊ രണ്ടാൾ ഒരുമിച്ച് അങ്ങോട്ട് പോയി. ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾ അവിടേക്ക്. ഞാൻ ഇപ്പൊ വീടെടുക്കുന്ന സമയത്ത് ആ പ്രാവ് നേരെ അവിടേക്കൊക്കെ പറഞ്ഞു ഇങ്ങനെ സസിലില്ല. അപ്പൊ ഇനി മറ്റേ പ്രാവ് വരണ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ ചെയ്യുക, കുറെ സമയം എടുക്കും അത് വരണ.
അപ്പൊ നമ്മള് പൂച്ചനെ കാണിച്ചിട്ടുണ്ടോ, ഉറങ്ങണ പൂച്ച. അതാ നിൽക്കും നമ്മളെ പൂച്ച, നല്ല അടിപൊളി പൂച്ച. കുഞ്ഞു ഉറങ്ങണുണ്ട്. ഇനി കാത്തിക്കണോ. ഇനി വേറെ സംഭവം കൂടി ഉണ്ട്. ഇനി മുളക് നടണം. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് വേഗം ചെടി നടാം. ചുക്കിരി 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 ഡാൻസ് അല്ലേ. ചുക്കിരി ചുക്കിരി വാ. അപ്പൊ നമുക്ക് വാ. മുളക് നടാൻ പോവുകയാണ്. നമ്മള് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ പൊട്ടിച്ചാണ്. അപ്പൊ ഇത് നട്ടുകൊടുക്ക. അപ്പൊ ഞാനിപ്പോ മുളക് നടാൻ പോവുകയാണ്. നമ്മള് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാൻ്റെ ഐഡിയാസാണ് ഇട്ടത്. നല്ല വർക്കുണ്ടാവും. ഇതിലിട്ടെടുക്ക. രണ്ട് സീഡ് ഇതിലേക്ക് ഇടണം. ഇത് എടുക്കണമെങ്കിലോ അപ്പോഴാണ്. അപ്പൊ എടുക്കാട്ടോ. എടുക്കാനൊന്നും വെക്കൂല, എന്നാലും ശ്രമിക്ക. ഇതിങ്ങനെ പൊട്ടിക്കട്ടോ. ഇതിട്ടെടുക്ക. ഇവിടെ ഗ്രീൻ ചില്ലിയുടെ സീഡ് ഇതിൽ ഇടട്ടോ. അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ ഇതില് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയിട്ട് വിത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നിങ്ങള് ഇത് ഉണ്ടാക്കണമെങ്കിൽ മുളക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടണം. എന്നിട്ട് ചെടിയിലൊക്കെ ഇടണം. എന്നിട്ട് നമുക്ക് ഇതാ നമ്മൾ ഇട്ടിട്ടുണ്ട്. വയോ. അപ്പൊ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു, ദട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ അമ്മ പറഞ്ഞു മോനെ പോയി ചായ വാങ്ങുന്നു. അപ്പൊ ഞാൻ ചായക്കുള്ള എണ്ണക്കടിയൊക്കെ ഇപ്പൊ വാങ്ങിയിട്ട് വരാം. അപ്പൊ ഞാൻ പോവുകയാണ്. ഇതാണ് സൈക്കിള്. അപ്പൊ ഇതിന്റെ വെറുതെ നമുക്ക് പോകട്ടോ. ആക്ട് അല്ലാ ഗേറ്റ് തുറക്കണം. നമുക്കത് അവിടെ നിന്ന് വീട്ടിലൊക്കെ വായ. അസ്സലാമലൈക്കും. ഇപ്പൊ ഞാൻ പോകട്ടോ. അസ്സലാമലൈക്കും. സാധനം വാങ്ങി ഗേസ്. അപ്പൊ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പൊ നമ്മള് നേരത്തെ നമ്മൾ ചെടിയൊക്കെ മുളകൊക്കെ ഇട്ട് ആക്കി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക, കമൻറ്റിലൂടെ പറയുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.